ഇത് കുറച്ച് ഓവർ അല്ലേ? ഒരു സ്പോർട്സ് ഡ്രാമ സിനിമക്ക് ഇത്ര വലിയൊരു ബജറ്റിന്റെ ആവശ്യമൊക്കെ ഉണ്ടാവും? ബ്രാഡ് പിറ്റിനെ വെച്ചിട്ട് ടോപ്പ് ഗൺ മാവറിക് ഒക്കെ ചെയ്ത അതേ ടീമിന്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട്, ഫോർമുല 1 എന്ന പേരിൽ. ഈ സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് മോസ്റ്റ് റിയലിസ്റ്റിക് റേസിംഗ് മൂവി ആണെന്നാണ് പറയുന്നത്. ഒരു വലിയ ബജറ്റാണ് ഈ സിനിമക്കുള്ളത്. ഏകദേശം $300 മില്യൺ ആണ് ഈ സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോൺസേഴ്സ് ഈ സിനിമയിലുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമ ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് എക്സ്പെൻസീവ് മൂവീസിലൊന്നാണ്. കുറച്ച് മുമ്പ് ബ്രാഡ് പിറ്റ് റേസിംഗ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് കുറെ റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അതെ, റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് റിയൽ റേസിംഗ് നടക്കുന്നതിനിടയിൽ വെച്ചിട്ട് കുറെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത കാർസിൽ ക്യാമറകൾ വെച്ചിട്ടാണ് റേസിംഗ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ബ്രാഡ് പിറ്റിന് 60 വയസ്സുള്ളതുകൊണ്ട് തന്നെ ഈ G-ഫോഴ്സ് ഒക്കെ താങ്ങാൻ വേണ്ടിയിട്ട് 4-5 മാസത്തെ ട്രെയിനിങ്ങിന് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, 7 തവണ ഫോർമുല 1 ചാമ്പ്യൻ ആയിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിലുള്ള ഒരാൾ കൂടിയാണ്. കൂടാതെ അദ്ദേഹം ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് സ്ക്രൂവിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലർ കുറച്ച് മുമ്പ് വന്നിട്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന്. Apple TV+ ആണ് ഈ സിനിമയുടെ റൈറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു സ്പോർട്സ് ഡ്രാമ സിനിമ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ബജറ്റിന്റെ ആവശ്യം ഉണ്ടാവും?